എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. മനുഷ്യനിൽ ദൈവത്തെ ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെ മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി കാലടി താന്നിപ്പുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നിസ്വാർത്ഥത സേവനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സുപ്രീം കോടതി മുൻ ജഡ്ജി മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷവും ഞാൻ പോകും. എല്ലാ വർഷവും മദർ തെരേസ കുർബാന പങ്കെടുത്തിരുന്ന സ്ഥലത്ത് മദർ തെരേസ നിലത്താണ് ഇരുന്നിരുന്നത്. അവിടെ ആ മദർ തെരേസ ഇരിക്കണ രീതിയിലുള്ള ഒരു രൂപം ഇപ്പോഴവിടെ ഇരിപ്പുണ്ട്. പോയിട്ടോ കൈ വന്നിച്ച് മദർ കാൽക്കട്ടയിൽ പോയിട്ട് ഒന്ന് പോകൂടാ, അപ്പൊ ഒന്ന് പോകുക. മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടല്ല, ഒന്ന് അങ്ങോട്ട് പോടാ ജോൺസ. അപ്പൊ അതുകൊണ്ട് നിങ്ങളതൊന്ന് കാണുന്നത് നമുക്ക് തോന്നി മദർ തെരേസ ഇരിക്കണോട് ശരിക്കും അതേ രൂപത്തില് ഒരാള് സൃഷ്ടിരിക്കണ പോലെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിന്റെ ഇടവകയിലാണെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് താമസം മാറ്റുന്നത് എന്നോട് പറഞ്ഞിട്ട് ഇടയില് ഇങ്ങോട്ട് വരും ആള്, ഞങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ജസ്റ്റിസിന്റെ പേര് ബൈബിളിലുണ്ട്, ന്യായാധിപൻ. പഴയ നിയമത്തിലാണ് ന്യായാധിപൻ എന്നുള്ള പുസ്തകത്തില് ജസ്റ്റിസ് സാറിന്റെ പേര് എഴുതുന്ന ഇതുപോലൊരു ന്യായാധിപൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ മനുഷ്യരെ നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. മമ്മൂട്ടിയെ, മോഹൻലാലിനെ, അവരുടെ ചരിത്രം നമുക്കറിയില്ല. അതിനോടുകൂടി നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നു. പക്ഷെ പലരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് കണ്ടിട്ടൊന്നല്ല. താന്നിപ്പുഴ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം NP ബെന്നി ബെഹ്നാൻ നിർവഹിച്ചു. മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ MJ ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ കുര്യൻ ജോസഫിനെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ റെവറൻഡ് ഫാദർ ഡേവിസ് ചിറമേൽ ആദരിച്ചു. ആതുരസേവ രംഗത്ത് പ്രവർത്തിക്കുന്ന റെവറൻഡ് ഫാദർ ഡേവിസ് ചിറമേലിനെ പെരുമ്പാവൂർ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി ആദരിച്ചു. ചടങ്ങിൽ ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഗുഡ് സമരിറ്റൻ പ്രവർത്തകർ, കോവിഡ് കാലത്തെ സന്നദ്ധ പ്രവർത്തകർ, കിഡ്നി ദാനം ചെയ്തവർ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരെ യോഗത്തിൽ ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസ് തോട്ടക്കര, ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ TN, അമല ഫെലോഷിപ്പ് ചെയർമാൻ ജോർജ് പാറയ്ക്കൽ, പവിഴം ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK രാജേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മനോജ് തോട്ടപ്പള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ബിജു PM സ്വാഗതവും ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ തോമസ് KJ നന്ദിയും രേഖപ്പെടുത്തി. അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം മാത്രമല്ല, ഏത് ഔഷധത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏത് വേദനയും നമ്മൾ ഇല്ലാതാക്കുന്നത് സ്വാന്തനം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. ഈ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനം അതാണ്. ഇവിടെ ബഹുമാനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇരിക്കുന്നു. നേരത്തെ ശ്രീ ജോൺസൺ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ഏതൊരു വ്യക്തികളെയും പേരെടുത്ത് പറയാൻ, അവർ രക്ഷകർത്താക്കളെ അറിയാൻ, ഏറ്റവും ഉന്നതമായ നീതിപീഠത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തിരുന്നപ്പോഴും ഈ താന്നിപ്പുഴയും അതുപോലെ ഒക്കലയിലുമൊക്കെ തൻ്റെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തലത്തിലും നേതൃത്വം കൊടുത്ത ശ്രീ കുര്യൻ ജോസഫിനെ ഇവിടെ ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദരവ് അദ്ദേഹത്തിന് ഒരു പക്ഷേ മറ്റു പല പ്രദേശത്ത് ലഭിച്ച ആദരവിനേക്കാൾ ഊഷ്മളമാണ്, വൈകാരികമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാനിവിടെ മറ്റൊരാളിവിടെ ഇരിക്കുന്നത് നമ്മുടെ ചിറമേൽ അച്ഛനാണ്. ഈ സേവന പ്രവർത്തനത്തിൻ്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ചിറമേൽ അച്ഛൻ.
ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മജീഷ്യൻ ജോയ്സ് മുകുടത്തിന്റെ നേതൃത്വത്തിൽ വയോജന സദസ്സും മാജിക് വിസ്മയവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, കാലടി.